ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. മോഹൻ ബഗാൻ 3-4 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിനായി ഇന്റർ മിലാനെ ഷൂട്ടൌട്ടിൽ മറികടന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് PSG തോൽപ്പിച്ച ബൊറൂസിയ ഡോർട്ട്മുണ്ടും അവസാന 8-ൽ ഇടം പിടിച്ചു. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്ക് ദിനം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, കായിക ലോകത്തെ പുതിയ വിശേഷങ്ങൾ, വാർത്തകൾ. KP, കായിക രംഗത്തെ ഏറ്റവും പ്രധാന വാർത്ത ഇന്നലെ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മത്സരം തന്നെയാണ്. ISLൽ നിർണായകമായ ഒരു വിജയം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഒരു വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് കായിക രംഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 3-4 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. മികച്ചൊരു മത്സരം തന്നെയാണ് കലൂരിലെ കാണികൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബഗാനും തമ്മിൽ കാഴ്ചവെച്ചത്. 7 ഗോളുകൾ പിറന്ന ഈയൊരു മത്സരം, അതായത് ബഗാനെതിരെ മികച്ച രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊരുതി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലൊരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം നേരിട്ടിരിക്കുന്നു. 4-3 എന്ന സ്കോറിന് ബഗാൻ ജയിച്ചിരിക്കുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ദിമിത്രിയോസ് ഡയമറ്റക്കോസിൻ്റെ പ്രകടനം തന്നെയാണ്. 2 ഗോളുകളാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. എന്തായാലും ആരാധകരെ സംബന്ധിച്ച് ആരാധകർക്ക് തൃപ്തി നൽകുന്നൊരു പ്രകടനമായിരുന്നെങ്കിലും ടീമിനെ സംബന്ധിച്ച് വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഇതിനൊപ്പം ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു തിരിച്ചടി കൂടി ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വാർത്തയും വന്നിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരുവിനെതിരെയുള്ള മത്സരം പൂർണ്ണമായും അവസാനിക്കുന്നതിന് മുൻപ് കളം വിട്ടതിനെതിരെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. അത് കോടതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോടതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു. 4 കോടി രൂപ കേരള ബ്ലാസ്റ്റേഴ്സ് പിഴ അടയ്ക്കണം എന്നായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു തീരുമാനം. എന്നാൽ പിഴ അടയ്ക്കുന്നതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ആ അപ്പീൽ തള്ളി. ഇതോടുകൂടി 4 കോടി രൂപ കേരള ബ്ലാസ്റ്റേഴ്സ് പിഴ അടയ്ക്കണം. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ചിന് 10 മത്സരങ്ങളിൽ നിന്ന് അന്ന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. അതും എന്തായാലും കോടതി ശരിവച്ചിരിക്കുകയാണ്. പിഴ അടയ്ക്കുന്നതിനൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഈ കേസ് നടത്തിപ്പിന് വേണ്ടി വന്ന ചിലവും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ വഹിക്കണം എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ. മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വനിതാ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന വാർത്ത വന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായ 2ാം വർഷവും ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സീസണിലും ഇതേപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിലെത്തി ഡൽഹി ക്യാപിറ്റൽസ് ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത. അതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളി താരമായ മിന്നുമണിയുടെ പ്രകടനം തന്നെയാണ്. നമ്മൾ ഈ ഒരു വനിതാ പ്രീമിയറിലുടനീളം നിരവധി മലയാളി താരങ്ങളുടെ പ്രകടനം, മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സജനയും ഒപ്പം തന്നെ RCBക്ക് വേണ്ടി ആശാ ശോഭനയും അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇപ്പോൾ മലയാളി താരമായിട്ടുള്ള മിന്നുമണിയും ഡൽഹിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തിൽ 9 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് മിന്നുമണി സ്വന്തമാക്കിയത്. ഇതോടൊപ്പം മറ്റൊരു പ്ലേ ഓഫ്, ഇത് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി ഡൽഹി ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു. പ്ലേ ഓഫിൽ മുംബൈയും ബാംഗ്ലൂരും തമ്മിലാണ് ഏറ്റുമുട്ടുക. മുംബൈ വിജയിച്ചാൽ കഴിഞ്ഞ വർഷ സീസണിലെ സമാനമായ ഒരു ഫൈനൽ ഡൽഹിയും മുംബൈയും തമ്മിലുള്ള ഒരു ഫൈനൽ കാണാൻ സാധിക്കും. മറുവശത്ത് പ്ലേ ഓഫിൽ RCB ആണ് ജയിക്കുന്നതെങ്കിൽ RCBക്ക് ഒരു ഫൈനൽ കളിക്കാൻ സാധിക്കും. കഴിഞ്ഞ സീസണിൽ ആദ്യം പുറത്തായ ടീമാണ് RCB. ആ ഒരു RCBക്ക് ഇത്തവണ ഫൈനൽ കളിക്കാൻ സാധിക്കും. അതാണ് വനിതാ പ്രീമിയർ ലീഗിൽ നിന്നുള്ള വാർത്തകൾ. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം ഋഷഭ് പന്ത്, ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരം, ഒപ്പം തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ഋഷഭ് പന്ത് പരിക്കിൽ നിന്ന് മുക്തനായി ടീമിലേക്ക് തിരിച്ചു വരുന്നു. IPL കളിക്കും എന്നുള്ള കാര്യത്തിൽ BCCI ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ആരാധകർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത, ഋഷഭ് പന്ത് പരിശീലനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡൽഹി ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൻ്റെ 2ാം വരവ് എന്നാണ് ഋഷഭ് പന്ത് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഋഷഭ് പന്തിൻ്റെ മടങ്ങി വരവും ആരാധകരൊക്കെ വളരെ വലിയ രീതിയിൽ കാത്തിരിക്കുകയാണ്. മറ്റ് ക്രിക്കറ്റ് ലോകത്തു നിന്നുള്ള മറ്റൊരു വാർത്ത, രഞ്ജി ട്രോഫിയുടെ ഫൈനലാണ്. ഫൈനലിലെ അവസാന ദിവസമാണ് ഇന്ന്. മുംബൈയും വിദർഭയും തമ്മിലുള്ള മത്സരത്തിൽ വിദർഭയ്ക്ക് ജയിക്കാൻ 290 റൺസാണ് ഇനി ആവശ്യമുള്ളത്. നിലവിൽ 248 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസ് എന്ന നിലയിലാണ് വിദർഭയുള്ളത്. എന്തായാലും മത്സരം സമനിലയിലാകുകയാണെങ്കിൽ മുംബൈക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. KP, ഇതിലും കായിക ലോകത്തെ പുതിയ വിശേഷങ്ങൾ തന്നെയാണ് നിഖിൽ കുമാർ പങ്കുവച്ചത്.